ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഹാംസ്റ്റർ കോമ്പാറ്റ് അതുപോലെ തന്നെ മോൺബിക്സിൻ്റെയൊക്കെ ഒരു അപ്ഡേഷൻ വീഡിയോ ആണ്. ഹാംസ്റ്റർ കോമ്പാറ്റ് ഇപ്പോൾ നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സീസൺ 1 ഈസ് ഓവർ എന്ന് പറഞ്ഞിട്ട്. അതായത് നമുക്കിനി അത് യൂസ് ചെയ്യാൻ സാധിക്കില്ല, കാരണം അതിൻ്റെ എയർ ഡ്രോപ്പ് ഡിസ്ട്രിബ്യൂഷനൊക്കെ അടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ എയർ ഡ്രോപ്പ് ലിസ്റ്റിംഗ് 26-ാം തീയതി ബൈനാൻസിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമോ അല്ലെങ്കിൽ അതിന് മുമ്പായിരിക്കും നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്ന വാലറ്റിലേക്ക് ആ ഒരു എയർ ഡ്രോപ്പ് കിട്ടുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 20-ാം തീയതി ആയിരുന്നു. ഇപ്പോൾ ഒരു ദിവസം കൂടി എന്തോ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ചില ആളുകൾക്ക് അത് ചിലപ്പോൾ ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ദിവസം കൂടി ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. നമുക്കെല്ലാം പക്ഷേ ലിങ്ക് ചെയ്ത ആളുകൾക്ക് ഓൾറെഡി ഇപ്പോൾ സെക്കൻഡ് സീസണിൻ്റെ സ്ക്രീനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിലും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഡയമണ്ട്സ് കളക്ട് ചെയ്യുന്ന ഓപ്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഓപ്ഷനും ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ കളക്ട് ചെയ്ത ടോക്കൺസ് എല്ലാം ഇപ്പോൾ ഇതിൽ നിന്ന് ഡിസപ്പിയർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇപ്പോൾ എനിക്ക് ഡയമണ്ട്സ് 14.22 ഡയമണ്ട്സ് ഇതിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് ഓപ്ഷൻ പ്ലേ ഗ്രൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പുതിയ ഗെയിംസും മറ്റു കാര്യങ്ങളും എല്ലാം ഇതിൽ അവൈലബിളായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഡുകൾ കളക്ട് ചെയ്യാനുള്ള ഫസ്റ്റ് സീസണിൽ നമ്മൾ കാർഡ് കളക്ട് ചെയ്ത പോലെ തന്നെ ഇതിലും കാർഡുകൾ കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിളായി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഓരോ ഡയമണ്ട്സ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് പെർ ഹവർ ഇതിൽ കൂടുന്നത് കാണാൻ സാധിക്കും. ഇതുപോലെ മാക്സിമം കാർഡുകൾ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ റെഫറൽ ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ പുതിയ ആളുകളെല്ലാം ജോയിൻ ചെയ്യിപ്പിക്കാൻ നോക്കുക, കാരണം പുതിയ റെഫറൽ ഓപ്ഷൻസ് അവൈലബിളായി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്താൽ 0.1 ഡയമണ്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ പ്രീമിയം ടെലഗ്രാം മെമ്പേഴ്സൊക്കെ ആണെങ്കിൽ 0.3 ഡയമണ്ട്സ് കിട്ടും. മാക്സിമം അതുപോലുള്ള കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ മോർ ഏൺ ഡയമണ്ട്സ് എന്ന് പറഞ്ഞ സെക്ഷൻ, അതായത് താഴെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് പോലത്തെ ഏൺ ഓപ്ഷൻ ഉണ്ട്. അതിൽ മാക്സിമം നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മളിപ്പോൾ ഓൾറെഡി ഇവരുടെ സോഷ്യൽ മീഡിയയിലെല്ലാം ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഓരോ ഇപ്പോൾ ഫേസ്ബുക്കിൽ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡയമണ്ട് നമുക്ക് ലഭിക്കും. നെക്സ്റ്റും ഇതുപോലെ ചെക്ക് ചെയ്യുക. അപ്പോൾ മാക്സിമം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ആദ്യം ചെയ്ത ആളുകൾക്കെല്ലാം ജസ്റ്റ് ഇതിൽ നിന്നിട്ട് ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഫോളോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടോക്കൺസ് അല്ലെങ്കിൽ ആ ഡയമണ്ട്സ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിനു മുമ്പ് നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം അത്യാവശ്യം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇൻവൈറ്റ് 7 ഫ്രണ്ട്സ്, ഇൻവൈറ്റ് 10 ഫ്രണ്ട്സ് എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡയമണ്ട്സ് എല്ലാം നിങ്ങൾക്ക് കളക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, എനിക്ക് ഏകദേശം 400 റെഫറൽസ് ഉള്ളത് കാരണം ഈ ഓപ്ഷൻസ് എല്ലാം എനിക്കിപ്പോൾ കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയും ഇതിൽ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എയർ ഡ്രോപ്പ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഓഫ് ചെയിൻ ഡെപ്പോസിറ്റ് ഓപ്പർച്യൂണിറ്റീസ് വിൽ ബി ഡിസേബിൾഡ്. ഇന്നാണ് സെപ്റ്റംബർ 21 8 AM UTC. അപ്പോൾ ഏകദേശം 36 മിനിറ്റ് ഉള്ളൂ ഇനി ബാക്കി. അതിനു മുമ്പ് നിങ്ങൾ ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ കളക്ട് ചെയ്ത ആ ഒരു എയർ ഡ്രോപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടമായെന്ന് ഇരിക്കും. അപ്പോൾ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം, ടോക്കൺ സെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ സീസൺ 1 ഈസ് ഓവർ, വി ആർ കാൽക്കുലേറ്റിംഗ് യുവർ റിസൾട്ട്സ്, ദേ വിൽ ബി റെഡി സൂൺ. ഓക്കെ, നമ്മളപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള എയർ ഡ്രോപ്പ് അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിഡ്രോവൽ ഓപ്ഷൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചു. ഞാൻ ബൈനാൻസ് എക്സ്ചേഞ്ച് ആണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഓൾറെഡി KYC എല്ലാം കംപ്ലീറ്റഡ് ആണ്. നിങ്ങളിപ്പോൾ മറ്റുള്ള എക്സ്ചേഞ്ചിലെല്ലാം KYC ഇല്ലാത്ത എക്സ്ചേഞ്ച് നോക്കിയെടുക്കുക. അതുമല്ലെങ്കിൽ വാലറ്റിൻ ടെലഗ്രാമിൽ ലൈറ്റ് KYC ഉള്ളൂ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റു കാര്യങ്ങൾ മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ ടെലഗ്രാമിൻ്റെ വാലറ്റിൽ നിങ്ങൾക്കത് ആ ഒരു എയർ ഡ്രോപ്പ് സ്വീകരിക്കാൻ സാധിക്കും. അപ്പോൾ മറ്റുള്ള എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ഈ വാലറ്റ് ഇൻ ടെലഗ്രാം എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അതൊന്ന് ലിങ്ക് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഈ പ്രൊവൈഡ് ചെയ്യുന്ന എയർ ഡ്രോപ്പ് ഡിസ്ട്രിബ്യൂഷൻ ടൈമിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൂടി ചെയ്ത് വെക്കുക. ഇനിയും ഇതുപോലെ സെക്കൻഡ് സീസണാണിത്. അപ്പോൾ മാക്സിമം ഇതുപോലുള്ള ടോക്കൺസ് കളക്ട് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കളക്ട് ചെയ്യുക. മാക്സിമം നമ്മളിപ്പോൾ കാർഡുകൾ കളക്ട് ചെയ്ത പോലെ തന്നെ ഇവിടെ പ്ലേ ഗ്രൗണ്ടിൽ ചെന്നിട്ട് ന്യൂ കാർഡ്സ് അവൈലബിൾ ആയിട്ടുണ്ടാവും. അതെല്ലാം മാക്സിമം കളക്ട് ചെയ്ത് ഇതുപോലെ വെക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ടോക്കൺസ് അല്ലെങ്കിൽ ഈ ഡയമണ്ട്സ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് സീസണിലെ ഒരു എയർ ഡ്രോപ്പ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഫസ്റ്റ് എയർ ഡ്രോപ്പിൻ്റെ സമയമായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ ഒരു ആഴ്ച തന്നെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ 30-ാം തീയതിക്കുള്ളിൽ നമുക്ക് കിട്ടാൻ എന്തായാലും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത് ബൈനാൻസിൻ്റെ, ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ബൈനാൻസ് മോൺബിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർ ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് ആപ്പ്, അത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് എടുത്തു നോക്കാം.
ഞാനിപ്പോൾ അത്യാവശ്യം ഇതിൽ ഇപ്പോൾ 4th ഡേ ആണ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 45,000 പോയിൻറ്റ്സ് എനിക്ക് ഓൾറെഡി അവൈലബിളായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട്സും ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു എയർ ഡ്രോപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഇതിൽ ഒരു കാര്യം ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ബൈനാൻസിൻ്റെ അക്കൗണ്ട് ഇതിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ബൈനാൻസിൻ്റെ ആപ്പ് തന്നെ ആയത് കാരണം ഞാനിപ്പോൾ ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് താഴെ ബൈനാൻസ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ബൈനാൻസ് ഉള്ള ആ ആളുകൾ ബൈൻഡ് യുവർ ബൈനാൻസ് അക്കൗണ്ട് എന്ന് പറയുന്ന ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ബൈനാൻസിലേക്ക് പോകുന്നത്, എന്നിട്ട് കണക്ട് വിത്ത് ടെലഗ്രാം എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ബൈൻഡ് ചെയ്യേണ്ടത്. അതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യണമെന്നില്ല, പിന്നീട് വേണമെങ്കിൽ ചെയ്താലും മതി. ഓക്കെ, ആക്സെപ്റ്റ് കുക്കീസ് കൊടുക്കുക, ദെൻ കണക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ പിന്നീട് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു മെസ്സേജ്, ഇതുപോലെ നിങ്ങളുടെ നമ്പർ ടൈപ്പ് ചെയ്യാൻ ഒരു ഓപ്ഷൻ വരും. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണും സോ വി ഹാവ് റിസീവ്ഡ് ലോഗിൻ അക്കൗണ്ട് binance.com വിത്ത് യുവർ ടെലഗ്രാം അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അതിൽ കൺഫേം കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ പഴയ സ്ക്രീനിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ അക്കൗണ്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ടാവും, ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ലിങ്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഗ്രാഫിക് എംബർ 003. ഇങ്ങനെ നിങ്ങൾ ബൈൻഡ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ചെയ്യണമെന്നില്ല, പിന്നീട് ചെയ്താലും മതി. അതിൻ്റെ ഓപ്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നേന്നുള്ളൂ. അപ്പോൾ മൂൺബിക്സിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണം, എന്നാൽ മാത്രമേ ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. വളരെ സിമ്പിൾ ഗെയിമാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമുക്ക് ടോക്കൺസ് പെട്ടെന്ന് കളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൽ പുതിയ ടാസ്കുകളൊന്നും അവൈലബിൾ ആയിട്ട് വന്നിട്ടില്ല. അത് തീർച്ചയായിട്ടും കുറച്ച് ദിവസത്തിനുള്ളിൽ എല്ലാം അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ തന്നെ പിന്നീട് ഉള്ളത് എക്സംബർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ എയർ ഡ്രോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങളിപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ താഴെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഇതുപോലെ ക്ലെയിം ചെയ്ത് ടോക്കൺസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അവർ പ്ലേ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ടോക്കൺസ് ലഭിക്കും. അതുപോലെ തന്നെ ഡെയിലി റിവാർഡ്സ് ഉണ്ട് ഇതിൽ. ഡെയിലി ഓരോ ഓപ്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇതുപോലെ റിവാർഡ്സ് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കാണാം വാച്ച് യുവർ യൂട്യൂബ് വീഡിയോ. ഈ യൂട്യൂബ് വീഡിയോ എല്ലാം വാച്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്കൊരു ഡെയിലി കോംബോ ഓപ്പൺ ആവും. അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ലക്കി ബോക്സ് എന്ന് പറഞ്ഞിട്ട്. ഈ ലക്കി ബോക്സ് നമുക്ക് ഇതുപോലെ ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. ചിലതിൽ അതിൽ USDT ഉണ്ടാകും, അതായത് $1 അല്ലെങ്കിൽ $5 വരെയുള്ള ഗിഫ്റ്റുകൾ അതിൽ ഓപ്പണായി വരും. അത് നമുക്ക് $10 ആകുമ്പോൾ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയും മറ്റു കാര്യങ്ങളുടെ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ മാക്സിമം ഇംപ്രൂവ് എന്ന് പറയുന്ന സെക്ഷനിൽ പോയിട്ട് നമ്മൾ ഹാംസ്റ്റർ കോമ്പാറ്റ് ചെയ്തതുപോലെ തന്നെ മൈൻ ചെയ്തെടുക്കുന്ന ടോക്കൺ വെച്ചിട്ട് മാക്സിമം ഇതുപോലുള്ള കാർഡുകൾ കളക്ട് ചെയ്തെടുക്കുക. അവിടെ കാർഡാണ്, ഇവിടെ വേറൊരു ഓപ്ഷനാണ് വരുന്നിരിക്കുന്നത്. ഇനി ഇതിൽ മൈനിങ്ങിന് 9 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതിന് മുമ്പ് നിങ്ങളിത് ചെയ്തെടുക്കുക, മാക്സിമം പോയിൻറ്റ്സ് കളക്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ ലെവൽ അപ്പ് ആവുന്നതനുസരിച്ച് ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ ഓപ്പണായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാക്സിമം ടോക്കൺസ് ഇതുപോലെ കളക്ട് ചെയ്ത് എടുക്കുക, അല്ലെങ്കിൽ കോയിൻസ് പെർ ഹവർ കളക്ട് ചെയ്തെടുക്കുക. അതുപോലെ നിങ്ങളുടെ മൈനിങ് പവർ കൂട്ടാനുള്ള ഓപ്ഷൻസ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. ഇത് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു, റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് മാക്സിമം ഇതിലും ജോയിൻ ചെയ്യാൻ നോക്കുക. കുറച്ച് ദിവസം കൂടി ഈ ഒരു എയർ ഡ്രോപ്പ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ജോയിൻ ചെയ്ത് മാക്സിമം ടോക്കൺസ് കളക്ട് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഡെയിലി ഓപ്ഷൻസ് ഇവിടെ, അല്ലെങ്കിൽ ഡെയിലി ടാസ്കുകൾ ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി ലക്കി കൂപ്പൺ അല്ലെങ്കിൽ ലക്കി ബോക്സ് ഓപ്പൺ ആയി കിട്ടും. നിങ്ങൾ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ ലെവൽ ഇവിടെ കയറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഓരോ വീഡിയോയും കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ഇപ്പോൾ ഇതുപോലുള്ള ഓരോ വീഡിയോസ് നമ്മൾ കാണുമ്പോൾ വാച്ച് വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പ്രസ് ചെയ്തിട്ട് വീഡിയോ കാണുമ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അത് എൻട്രി ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ടോക്കൺസ് നമുക്ക് ലഭിക്കുള്ളൂ, അല്ലെങ്കിൽ ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ടു കംപ്ലീറ്റ് ദ ക്വസ്റ്റ് റൈറ്റ് ഇൻ വിച്ച് ഇയർ മാർക്ക് സുക്കംബർ അനൗൺസ് ദാറ്റ് ഹി ബിക്കേം എ പ്രാക്ടീസിങ് വെജിറ്റേറിയൻ. അപ്പോൾ ആ ഒരു ഇയർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് നമ്മൾ വീഡിയോ കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കമൻറ്റ്സ് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോഡ് 2011 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 2011. ഓക്കെ, ചെക്ക് കോഡ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ നമുക്കിവിടെ നോക്കാം. ഇതിൽ കൊടുത്തിട്ടുണ്ട് ടു ക്ലെയിം യുവർ റിവാർഡ് എൻ്റർ ദ സ്പെഷ്യൽ കോഡ് ഹിഡൻ ഇൻ ദിസ് വീഡിയോ. ഇഫ് ദ വീഡിയോ വോണ്ട് ലോഡ് ട്രൈ എനേബിൾ. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇതിൽ താഴെ കമൻസിൽ ന്യൂവസ്റ്റ് കമൻറ്റ് എടുത്ത് നോക്കാം. കോഡ് എന്താണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൽ ഇവർക്ക് ഡയറക്റ്റ് കോഡ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വീഡിയോ കണ്ടിട്ട് ഡയറക്റ്റ് കോഡ് അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് കാരണം ഇവരൊരു
ഈ ഒരു രീതിയിലായിരിക്കും കമൻറ്റ് ചെയ്യുന്നത് ആളുകൾ. ഫോർ എക്സാമ്പിൾ 2A 3B 7C. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ആ നമ്പേഴ്സ് മാത്രം എടുക്കുക. നമ്പേഴ്സ് 23745 ഇതായിരിക്കും ആ കോഡ്. 23745 കോഡ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ടാപ്പ് 8400 മണി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ മൈനിങ് ഓപ്ഷനിൽ വരുമ്പോൾ ഈ ടാപ്പ് ചെയ്യുന്നത് ഏകദേശം 8400 വരെ നമ്മൾ ടാപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ആവുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ കോയിൻസ് പെർ ഹവറും ടാപ്പും എല്ലാം വ്യത്യസ്തമാണ്, കുറച്ച് ഹൈ ആണ്. അതിനനുസരിച്ച് നമ്മളിതുപോലെ ടാപ്പ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്ലെയിം എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് അത് ക്ലെയിം ചെയ്യുക. ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കംപ്ലീറ്റ് ഓൾ ഡെയിലി ടാസ്ക്. ഇനി ഒരു ക്ലെയിം ഓപ്ഷൻ കൂടി വരും, ലക്കി ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഗോ ടു ലക്കി ബോക്സ് ലിസ്റ്റ്. ഓക്കെ, ദെൻ ഈ ഫസ്റ്റ് കാണുന്ന ഡെയിലി ബോക്സിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓപ്പൺ ബോക്സ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത്രയും ടോക്കൺസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഡെയിലി ബോക്സിൽ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആയി വന്നിട്ടുണ്ടാവും. താഴെ നിങ്ങൾക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കാണാൻ സാധിക്കും. ഇവിടെ അതുപോലെ ഡെയിലി ഒരുപാട് ലക്കി ബോക്സുകൾ ഓപ്പൺ ചെയ്തിട്ടും ചിലതിൽ USDT ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ നമുക്ക് USDT ഒക്കെ ഡയറക്റ്റ് കിട്ടുകയാണെങ്കിൽ ഏകദേശം ഇവിടെ നിങ്ങൾക്ക് കാണാം ദ വിഡ്രോവൽ ഓഫ് ഫണ്ട്സ് ഈസ് അവൈലബിൾ സ്റ്റാർട്ടിംഗ് ഫ്രം 10 USDT ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും വാലറ്റിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനൊന്നും ഇപ്പോൾ സമയം നമുക്ക് അധികം ചിലവാക്കാനുള്ളതില്ല. കാരണം ഏകദേശം 10 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ മൈനിങ്ങും മറ്റു കാര്യങ്ങളും സ്റ്റോപ്പ് ആവും. അപ്പോൾ അതിന് മുമ്പ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫ്രീ ടൈമിൽ അത് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ കാണിച്ചു തന്ന 3 എയർ ഡ്രോപ്പിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ടൈം ജസ്റ്റ് ഒന്ന് ചെറിയ ടൈം ഒന്ന് സ്പെൻഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഈ എയർ ഡ്രോപ്സ് എല്ലാം നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ എയർ ഡ്രോപ്പ് ലിസ്റ്റ് ആകുന്നത് അല്ലെങ്കിൽ ആ ടോക്കൺ ലിസ്റ്റ് ആകുന്നത് ഈ മാസം 26-ാം തീയതി ബൈനാൻസിലാണ്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഉണ്ടാകും. അതിൻ്റെ പുതിയ ന്യൂസുകൾ വരുമ്പോൾ ഞാൻ നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും ഞാൻ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.